ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെള്ളറട കുരിശുമല പോയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് 5 മണി ആ ഒരു ടൈമിനാണ് ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാനും ഇച്ചയും ചേച്ചിയും കൊച്ചും ചേട്ടനും വൈഫും അവരുടെ കൊച്ചും, ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് കുരിശുമല പോകുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളുടെ യാത്ര തിരിച്ചു അതിരാവിലെയാണ്, അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ നല്ല വൈബായിട്ട് പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിള്ളേർ ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ യാത്ര. വന്നിട്ട് ഐ തിങ്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ഇങ്ങനെ കാറിൽ ഇത്രയും പേരുമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം അതിൻ്റെ ഭയങ്കര ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ പോയാലും ഞങ്ങളുടെ ഇവിടെ നിന്ന് വെള്ളറട കുരിശുമലയിലേക്ക് 1.5 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പാട്ടിട്ടിട്ടുണ്ട്. പാട്ട് ഒരു സൈഡിൽ കൂടെ പാട്ട് ആസ്വദിക്കുന്നു. പിന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കോമഡിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രേനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പോകുന്നത് കൊണ്ട് തന്നെ നേരം വെളുക്കുന്ന ആ ഒരു സീൻസും ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം വന്നിട്ട് നല്ല ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ചൂട് കാര്യങ്ങളില്ല, പക്ഷെ ഒരു അത്യാവശ്യം വാമായിട്ടുള്ളൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം പാട്ടിട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ചേച്ചിയുടെ കൊച്ച്. ചേച്ചിയുടെ കൊച്ചിനെ അറിയാമല്ലോ. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ പേര് വന്നിട്ട് ഹെൻസ ഡി ലിയോ എന്നാണ്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അങ്ങനെ കാറിലെ യാത്ര കഴിഞ്ഞ് അവിടെ എത്തി. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതാ നടക്കുകയാണ്. കാറ് പാർക്ക് ചെയ്ത ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ഒരു 2 കിലോമീറ്ററോളം നടക്കാനായിട്ടുണ്ട്. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ കൊച്ചിനെ ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ കൊച്ചിനെ ഇച്ചയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫസ്റ്റത്തെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. പോകുന്ന വഴി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരിമ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആർച്ചാണ് ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് കേട്ടോ. തീർത്ഥാടകർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു ആർച്ച് ഇതാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ഒരു താഴോട്ട് വരെയാണ് എങ്ങനെ പോയാലും, ആ ഒരു മല കയറുന്നതിൻ്റെ അത് വരെയാണ് ഒരു 1-2 കിലോമീറ്ററോളം ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ആ മല അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ദൂരമുണ്ട് നന്നായിട്ട്. അപ്പോൾ പോകുന്ന വഴി തന്നെ മാങ്ങയും അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാണുന്ന മലയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്, അവിടുത്തെ ആ ടോപ്പിലെ കുരിശിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരു 6-6:30 ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ഇറങ്ങിയിട്ട് ഇയർലി മോർണിംഗ് കയറിയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ കുറേ പേര്. അപ്പോൾ നടന്ന് അവിടുത്തെ ബസ് സ്റ്റാൻഡ് വരെ എത്തി കേട്ടോ. ഞങ്ങൾ കാറിൽ വന്നതുകൊണ്ടാണ് അവിടെ പാർക്ക് ചെയ്യേണ്ടി വന്നത്. ബസ്സിലാണെങ്കിൽ ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ബാക്കി അങ്ങോട്ട് നടക്കണം. 2 വീലേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. അവിടെ ആയിരിക്കും പാർക്കിംഗ് വരുന്നത്. ഇങ്ങനെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ നടന്നു പോകുമ്പോൾ എല്ലാം എന്ത് ഇഷ്ടംമാതിരി സാധനങ്ങൾ റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി സാധനം 2 സൈഡിലും കടകളാണ് കേട്ടോ. ഇത് വന്നിട്ട് കണ്ടോ, മാങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ ചോളം, പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ്, പിന്നെ കപ്പലണ്ടി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്, പാനിപൂരി, ചായ, കടി, വടകൾ, അങ്ങനെ ഇഷ്ടംമാതിരി സാധനങ്ങൾ അവിടെയുണ്ട്. എൻ്റെ പൊന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അവിടെ ഇതുപോലെ തുണി, ഇതുപോലെ നമ്മുടെ ബനിയൻസ്, പാൻസ്, അത് കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ തൈലം, അത് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കറ്റാർ വാഴ, മഞ്ഞൾ,
അങ്ങനത്തെ കുറേ ഐറ്റംസ്, പിന്നെ അത് ചെടി മുല്ലത്തൈകൾ അങ്ങനത്തെയൊക്കെ ഉള്ളത്, പിന്നെ ചെരുപ്പിൻ്റെ കുറേ കടകളുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ അവിടെ ഗാർഡൻസിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ചെമ്പരത്തിയുടെ വെറൈറ്റിയിലുള്ള കുറച്ച് പൂവ്, പിന്നെ ജമന്തിയുടെ വെറൈറ്റീസ് വരുന്ന കുറച്ച് ഐറ്റംസ്, കടലാസിൻ്റെ വെറൈറ്റി ഐറ്റംസ്, അങ്ങനത്തെ കുറേ ഇത്. പിന്നെ നമ്മുടെ ഈ പൊരി, അതുപോലെ തന്നെ വണ്ടിപ്പലഹാരങ്ങൾ എന്നൊക്കെയാണെന്ന് തോന്നിയത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത്, അതെല്ലാം ഫ്രഷായിട്ട് അവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ആ ഒരു ഇത്. പിന്നെ അത്തറിൻ്റെ കുറേ കടകൾ, പിന്നെ അതുപോലെ ഹെഡ്സെറ്റ് ആയിക്കോട്ടെ, ഫോൺ പൗച്ചസ് ആയിക്കോട്ടെ, കണ്ണാടികളായിക്കോട്ടെ, പോപ്കോണ്, പിന്നെ ഇതാ വാട്ടർമെലൺ ജ്യൂസിൻ്റെ കുറേ ഇത്, ഫ്രൂട്ടീസ്, അങ്ങനെ ഒരുപാട് കട. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വണ്ടി പലഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു റൗണ്ടായിട്ടുള്ളത് അവരവിടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇഷ്ടംമാതിരി കടകൾ, നമ്മളങ്ങോട്ട് പോകുന്നതും വരുന്നിടത്തൊക്കെ ഇഷ്ടംമാതിരി കടകൾ ഇതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംമാതിരി പാനിപൂരി കടകൾ എല്ലാം ഉണ്ട്. പിന്നെ കോളിഫ്ലവറിൻ്റെ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കരിമ്പിൻ്റേത്, അപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ തേന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവിടെ നിന്നിട്ട് പീസ് കാര്യങ്ങളൊക്കെ വെച്ചതാണ് കേട്ടോ. പിന്നെ അതായത് ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, പല വെറൈറ്റീസുള്ള സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അലുവയിൽ കോഴിക്കോടൻ ഹൽവ, അതുപോലെ തന്നെ അലുവയിൽ തന്നെയുള്ള വെറൈറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഡ്രിങ്കിങ് വാട്ടേഴ്സ്, പെപ്സി, കൊക്കക്കോള, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്. പിന്നെ അതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രസ്സിൻ്റെയൊക്കെ ബനിയൻസും അതുപോലെ പാൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരിത്. മെയിൻലി എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ കുരിശുമലയിൽ പോകുന്ന സമയത്ത് ഈ ഒരു വണ്ടി പലഹാരങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ കരിമ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻസ് പള്ളിയിലൊക്കെ ഇടുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സ്കാർഫ്, ഷോള്, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ടോയ്സ്, അങ്ങനെ. ഞാൻ ഇവിടെ നിന്നൊരു സ്കാർഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക് കളർ സ്കാർഫ് അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ അതവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി കളിപ്പാട്ടം. ഇവിടെ ഞാൻ പറഞ്ഞ കടകൾ കൊണ്ട് തട്ടി നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇഷ്ടംമാതിരി കളിപ്പാട്ടം. പിന്നെ ഈ ഒരു സാധനം ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഈ പോപ്കോണിൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുള്ള സാധനം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ബൊമ്മകൾ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇഷ്ടംമാതിരി വാച്ചസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തോരണമൊക്കെ കെട്ടി ഫുള്ളൊരു ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, കുലുക്കി സർബത്ത് ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബോൾ, പിന്നെ ഇവിടെ ചെരുപ്പ് 99, 199, അങ്ങനെ ഓരോ റേഞ്ചിലുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു, ബാഗ് എല്ലാം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ, ബജി പറയാനാണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ട്. അത്രമാത്രം കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളെ ഫുള്ളി വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പണ്ട് കന്യാകുമാരിയിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉത്സവ പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് ഏതെടുത്താലും 10 രൂപ അല്ലെങ്കിൽ 30 രൂപ എന്നൊക്കെ പറയത്തില്ലേ, അതുമാതിരി ഇവിടെയും കുറേ ഇങ്ങനത്തെ കടകളുണ്ടായിരുന്നു കേട്ടോ. 10 രൂപ, 100 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഞങ്ങൾ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പുറത്തെ സൈഡിലും അലുവയുടെയൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് എൻട്രൻസിൻ്റെ മീൻസ് അവിടെ താഴെ മല കയറുന്നതിൻ്റെ താഴത്തെ പോർഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് താഴത്തെ പോർഷനിൽ 2 സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു കുരിശടി, ഒരു സൈഡിൽ അവിടെ ഏറ്റവും ടോപ്പിൽ മാതാവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഐ ലവ് തെക്കൻ കുരിശുമല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ വേറൊരു മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരാധന ചാപ്പലാണ് കേട്ടോ, ചാപ്പൽ പോലെ. മീൻസ് വന്നിരുന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അവിടെയും ഇതുപോലെ കുർബാനയും പ്രസംഗവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മല കയറുന്നതിൻ്റെ സ്റ്റാർട്ടിങ്. എൻ്റെ പൊന്നോ, എന്തുമാത്രം ജനങ്ങളെന്ന് കണ്ടോ, ഇഷ്ടംമാതിരി ജനങ്ങളാണ്. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഞങ്ങൾ പോയപ്പോൾ. എൻ്റെ പൊന്നോ, പതിവില്ല ഇത്രയും ജനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ടായിരുന്നു. കാരണം അത്രമാത്രം തിരക്കായിരുന്നു.
ഈ കുരിശുമലയിൽ അന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓരോരുത്തർ അവരുടെ വിശ്വാസം വെച്ചിട്ട് വരണതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കണ്ടപ്പോൾ പറഞ്ഞതാണ് ഇത്രയും ആൾക്കാർ. പിന്നെ പോകുന്നതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ മല കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഗെയിമിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിങ് മറ്റേ ഇടുന്നത് ഓരോ സാധനത്തിൻ്റെ ഇതിൽ. പിന്നെ കുരിശുമല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മല കയറുമ്പം എങ്ങനെ വേണമെങ്കിലും കയറാം. ഇപ്പം ജസ്റ്റ് ഏതൊരു ട്രിപ്പായിട്ട് വന്നിട്ട് ട്രക്കിംഗ് ഒക്കെ പോകുന്ന പോലെ ഈ ഒരു മല കയറണമെന്ന് അങ്ങനെ കയറുന്നവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മുടെ ഈ ഒരു കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി അത്രയും പ്രാർത്ഥനയോടെ അത്രയും ഒരു ഉത്സാഹത്തോടു കൂടിയൊക്കെ കയറുകയെന്നുണ്ടെങ്കിൽ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ. അത്രയും വിശ്വസ്തതയായിട്ട് അത്രയും ആ ഒരു വിശ്വാസത്തോടു കൂടി കയറുമ്പോൾ അത് നമുക്ക് ഭയങ്കര, കാരണം ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ, ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അറിയാമല്ലോ. ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്, ഒരു 6, 6:30, 7 മണിക്കകത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെ പോയാലും സൂര്യനൊക്കെ ഉദിച്ച് വെയിൽ തുടങ്ങുന്ന സമയമാണ്. ഈ തേരി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാനായിട്ട് പറ്റും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി പറയാം കേട്ടോ. ഇതിപ്പം അവിടെ കയറുന്നതിൻ്റെ അവിടെ തന്നെ ഒരുപാട് കുരിശ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നേർച്ചയായിട്ടാണ് ആ ഒരു കുരിശ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ശില്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് വന്നിട്ട് തടിയിൽ കൊത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുരിശിൻ്റെ കാര്യം പറയാം. ഇപ്പം ഓരോ പള്ളിയിൽ നിന്നും അവർ നമ്മുടെ ഈ ഒരു KCYM ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സംഘടനകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നേർച്ചയായിട്ട് കൊണ്ടുവരുന്നതാണ് ഈ കുരിശുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ഇതാണ് സ്റ്റാർട്ട്. കയറുമ്പോൾ ഇതുപോലെ സ്മൂത്തായിട്ട് ഇതുപോലത്തെ ഒരു വഴിയായിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ, ഇത് നല്ല രീതിക്ക് ചെളിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രീതിക്ക് സീനായിരിക്കും. പക്ഷെ ആ ഒരു സമയം നമ്മൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഇതായതുകൊണ്ട്, വെയിലൊക്കെ വന്ന ആ ഒരു ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. പോകുന്ന വഴികളിൽ നിറയെ പാറകളും കല്ലുകളും എല്ലാം ഉണ്ട്. നമ്മുടെ യേശു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ചു എന്നൊക്കെ പറയത്തില്ലേ, അതുമാതിരി പാറക്കല്ലുകളിലൂടെയൊക്കെ നടന്നു എന്നൊക്കെ പറയത്തില്ലേ, ചെരുപ്പ് പോലും ധരിക്കാതെ. അപ്പം അതുപോലെ അങ്ങനെ ഭയങ്കര രീതിക്കുള്ളൊരു അനുഭവമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കണ്ടോ, റൈറ്റ് സൈഡിൽ ആ ഒരു കൂറ്റൻ പാറ തന്നെ നിങ്ങൾ കണ്ടോ, എന്തുമാത്രം ഒരു എന്തുവാ പേടിയൊക്കെ തോന്നും വിധത്തിലുള്ള വഴികളാണ് ആ ഓരോ ഇത് കയറും തോറും. പോകുന്ന വഴികളിലുള്ള ജസ്റ്റ് ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പാറകളാണ് കേട്ടോ. എന്തുമാത്രം കാഠിന്യമുള്ള വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ പോകുമ്പോൾ ഇഷ്ടമാതിരി വെള്ളങ്ങളൊക്കെ കുടിക്കാനായിട്ട് തോന്നും. ചിലവർ കുടിക്കും കേട്ടോ, കാരണം ഒട്ടും പറ്റാതെ വരുമ്പം വെള്ളം കുടിക്കാറുണ്ട് ഒരുപാട് പേര്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാതെ ടോപ്പ് വരെ കയറണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ മുകളിലോട്ട് എത്തുന്നതിന് കുറച്ച് മുന്നേ വെച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. തല ഇറക്കം പോലെയൊക്കെ വന്നിട്ട് അത്രയും ഞാൻ തളർന്നു പോയി. പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ കണ്ട ഈ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 14 സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ചിലയിടത്ത് കുരിശിൻ്റെ ഇത് വെച്ചിരിക്കും, ചിലയിടത്ത് ആ ഒരു കറക്റ്റാണ്. ഇപ്പം ശിമയോൻ ഈശോയുടെ തിരുമുഖം ശിമയോൻ തുടയ്ക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്റ്റാച്യൂസ് അങ്ങനെ ഒരുപാടടുത്ത്, എനിക്ക് തോന്നുന്നു 2-3 മാത്രമേ കുരിശിൻ്റെ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ആ ഒരു സ്ഥലത്തിൻ്റെ ചിത്രീകരണം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് അവസാനം ഏറ്റവും ടോപ്പിലെത്തി. അങ്ങനെ ആ ഒരു കുരിശ് കണ്ട് ആ ഒരു ആശ്വാസമായി പ്രാർത്ഥിച്ചു. മനസ്സിലുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം യേശുവോട് സമർപ്പിച്ച് ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുള്ള ആ ഒരു വിഷ്വൽസാണ് ഇതെന്ന് പറയുന്നത്. താഴെ നിന്ന് ആ തേരി അത്രയും ഇതിൽ കയറി ആ ഒരു കുരിശ് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കാമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അത് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. കണ്ട ആ ഒരു ക്ലൈമറ്റും ആ ഒരു വിഷ്വലൊക്കെ കണ്ടോ. ഇതൊക്കെ കണ്ട് ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനും ഇച്ചയും കൊച്ചുമാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചേച്ചിക്കും ചേട്ടനും കൊച്ചിനും വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുത്തെ വഴി ഏതോ നദിയൊക്കെ ഒഴുകുന്നുണ്ട്, ഏതാണെന്നൊന്നും എനിക്കറിയില്ല.
നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ അവരിതാ വന്നു, ചേട്ടനും കൊച്ചും ചേച്ചിയും വന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര രീതിക്ക് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം പോകുന്ന വഴിക്ക് ഏകദേശം കാണിച്ചത് കൊണ്ട് തന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് വീഡിയോസ് എടുത്തിട്ടില്ല. ഏറ്റവും താഴെ ഇറങ്ങിയ ശേഷം ഇതാ ഈ ഒരു ഐസ് വാങ്ങിച്ചു. ഈ ഒരു ഐസ് എന്താണെന്നറിയോ? നമ്മൾ പണ്ട് വീട്ടിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ മണി അടിച്ചിട്ട് പോകത്തില്ലേ, നമ്മുടെ മറ്റേ സേമിയ പായസത്തിൻ്റെ ആ ഒരു ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീംസ് ഇല്ലേ, അപ്പോൾ അതുപോലത്തെ വന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളത് വാങ്ങിച്ചത്. അല്ലാണ്ട് ഐസ്ക്രീം കുടിക്കാറുണ്ട്, ഇത് ഭയങ്കര ഒരു നൊസ്റ്റു ആയിരുന്നു, അതുകൊണ്ടാണ് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇറങ്ങി വന്ന ശേഷം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പലഹാരം ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് എന്തായിരുന്നു, ഞങ്ങൾ പലഹാരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ വീണ്ടും ഞാൻ എടുത്ത് പറഞ്ഞു, ഞങ്ങൾ പലഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കരിമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് എന്തായാലും തളർന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദോശയും സാമ്പാറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ഞങ്ങൾ ദോശയും സാമ്പാറും അതുപോലെ തന്നെ കുലുക്കി സർബത്തും, ഞങ്ങൾ ഓരോരുത്തർ ഓരോ ഫ്ലേവർ കുലുക്കി സർബത്താണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ആ ഒരു ഇതായിരുന്നു. പിന്നെ മയിൽപീലി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ വിശേഷങ്ങൾ. അപ്പോൾ അതെല്ലാം കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, സാധനങ്ങൾ വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ചു. അങ്ങനത്തെ തിരിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ അവിടെ ജസ്റ്റ് ഒരു പള്ളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പള്ളി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടേതായ ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.